I was ഒരു പർട്ടിക്കുലർ ചുമതല പറഞ്ഞിട്ട് ഡാഷ് ഓഫ് ഏഷ്യാനെറ്റ് ഇൻ 2019 to 2020 വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. ഏഷ്യാനെറ്റിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സാധനം. നമസ്കാരം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ മിസ്റ്റർ ഹൈദർ അലിയുടെ ചാനലിൽ അഖിൽ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതായത് ഇന്നലെ അഖിലിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ അഖിലൊരു സ്റ്റോറി ഇട്ടിരുന്നു. പ്ലസ് ഐ തിങ്ക് മൂവി വേൾഡ് മീഡിയയും കുറച്ചൊരു അതിൻ്റെ ഷോർട്സൊക്കെ ആയിട്ട് യൂട്യൂബിലും ചെയ്തിരുന്നു കേട്ടോ. അതായത് അഖിലിനോട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെപ്പറ്റി അഖിലിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് അഖിൽ മറുപടി തരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇതുവരെ ഒരു വ്യക്തിയും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഉന്നയിക്കാത്ത അത്രയും ശക്തമായിട്ടുള്ള ആരോപണമാണ് അഖിൽമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഒബ്വിയസ്ലി പല കോണുകളിൽ നിന്നും ഇതിന് ഒരുപാട് രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നലെ അഖിൽ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് രാവിലെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. കാരണം എന്താണ് നെക്സ്റ്റ് കാര്യങ്ങൾ അഖിൽ റിവീൽ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുതുതായിട്ടുള്ള സംഗതികളൊന്നും അഖിൽ പറഞ്ഞിട്ടുള്ള കോർ ആരോപണങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചില കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ ഈ നടുക്ക് പോർഷനിലായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്കതിന് റിയാക്ട് ചെയ്യണം തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിൽ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ ഈ എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ അഖിലിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ടുള്ള വ്യക്തി അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. പ്ലസ് ഇതിന് മുന്നുള്ള സീസണുകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വളരെ പ്ലസ് സിബിനോട് ചേർത്തിട്ടുള്ള സംഭവം ഇതും കൂടി അഖിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താ അറിയോ, അഖിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു തലത്തിലാണ് അതിൻ്റെ എഫക്റ്റ് പോയി വരുന്നത്. അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6ൻ്റെ പോക്കും ഓക്കെ, അതിൻ്റെ ആ ഒരു ട്രാക്ക് എന്താണെന്ന് അറിയാം. എന്താണ് അതിൻ്റെ കോർ കാര്യങ്ങൾ, എവിടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് നടക്കുന്ന സമയത്ത് ആ ടാർഗറ്റ് ചെയ്യുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ ഓക്കെ, അയാളുടേതും പ്ലസ് രണ്ട് കാര്യമാണ്. ഒന്ന് സ്ത്രീ വിഷയവും പറഞ്ഞിട്ടുണ്ട്, മറ്റേ കാശിൻ്റെ വിഷയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റിനെ അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി നമ്മളറിയാം. നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസ്കഷൻസ് കംപ്ലീറ്റ് പുറമെ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അഖിൽ ഇത് പറയുന്ന സമയത്ത് ഈ സീസണിലുള്ള ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾക്ക് മേലെ ആണ് എല്ലാവരും സംശയത്തിൻ്റെ ഒരു നിഴലിലൂടെ കാണുന്നത്. കാരണം കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് അതാണ്, ഒരുപാട് പേര് വീഡിയോസ് അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിഴലിൽ കാണുന്ന സിറ്റുവേഷനിൽ അഖിലിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ റെലവൻ്റ് ആണ്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ വളരെ മോശമായിട്ടാണ് സമൂഹം കാണുന്നതും പലരും പറയുന്നതും. അതും മാത്രമല്ല ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് കാരണം അത്രയും മോശമാണ്. പ്ലസ് ഇതിൽ വന്നു പോയിട്ടുള്ള സ്ത്രീ മത്സരാർത്ഥികൾ, ഇനി ഇതിലേക്ക് വരാനിരിക്കുന്ന സ്ത്രീ മത്സരാർത്ഥികൾ, ഇവർക്കൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ പറയുക, അവരുടെ മോറൽ സൈഡിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അഖിലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് അഖിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് അറിയാനാണ് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിലൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അഖിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കേസാണ്. നമുക്ക് പെട്ടെന്ന് അഖിൽ പറയുന്ന സമയത്ത് ഇത് അഖിൽ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ സത്യമായിരിക്കാം എന്ന രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണാം കേട്ടോ. പ്രേക്ഷകരുടെ വിധി അതായത് ലാലേട്ടൻ പറയുന്ന ചോദ്യങ്ങളാട്ടോ. ഞാൻ വോട്ടിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വോട്ടിംഗ് പ്രേക്ഷകരുടെ വിധിയാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വിന്നറായത്. ഒരിക്കലും പ്രേക്ഷകരുടെ വിധി എഴുതി കൊടുക്കുന്നതിലേ വായിക്കുന്നുള്ളൂ. അതെ, അവിടാണ് പ്രശ്നം. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പുറത്തുനിന്ന് പറയുന്നുണ്ട് എന്നെ കൊല്ലത്തേക്ക് പാക്ക് ചെയ്തേക്കണം എന്ന് പറയുന്നൊരു സംഭവം വരുന്നു. ഇത് പുറത്ത് വലിയ രീതിയിൽ വിവാദമാകുന്നു. അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? അതിന്റെ ക്ലാരിറ്റി വേണം. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് സ്ക്രിപ്റ്റ് ഷോ ഡയറക്ടർ കൊടുക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതുപോലെ പല കാര്യങ്ങളിലും അതായത് ലാലേട്ടൻ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ളത് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആക്കി മാറ്റാൻ ഇവർക്ക് പറ്റും. അപ്പൊ എന്ത് ചെയ്യുന്നു, എപ്പിസോഡിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയത്തില്ല. ലൈവ് എല്ലാവരും കാണുന്നില്ലല്ലോ. ലൈവ് ഈ സീസണിൽ ഇവർ പറയുന്നത് ഭീകര വ്യൂവർഷിപ്പാണ്, OTT ഒരു രക്ഷയില്ലാത്ത വ്യൂവർഷിപ്പാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇന്ന് പോയിട്ട് ഞാൻ ചോദിക്കും 10,000-12,000 പേര് അറ്റ് ടൈമിൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടപ്പോൾ 12,000 പേര് ഇൻസ്റ്റാഗ്രാമിൽ അറ്റ് ടൈമിൽ എനിക്ക് ലൈവിലുണ്ട്. പിന്നെ ഈ 12,000 പേര് കാണുന്നതാണ് ലോകത്തെങ്ങും ഇല്ലാത്ത വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്. അത് കുറെ യൂട്യൂബർമാർ അവർ ഇങ്ങനെ കുത്തിയിരിക്കില്ല, അവർക്ക് വീഡിയോ ഉണ്ട്, അവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ, അവരങ്ങനെ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ കിടക്കുന്ന 3.5 കോടി ജനതയ്ക്ക് 10,000 പേര് എവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയം എപ്പിസോഡ് അങ്ങനല്ല. എപ്പിസോഡ് കാണാൻ വലിയ അതുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത് ഭയങ്കര ഗൗരവമുള്ളത്. ഒരു മത്സരാർത്ഥിയെ കുറിച്ചിട്ട് വലിയ കേരളത്തിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ലാലേട്ടന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് അവർ ആ മത്സരാർത്ഥി ചിലപ്പോൾ വിലയിരുത്തുന്നത്. സിബിൻ പറഞ്ഞൊരു വിഷയമുണ്ട്, അതായത് റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും തമ്മിൽ വളരെ നേരിയ ലൈനാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പോലത്തെ ഒരു മഹാനടൻ
വന്നൊരാളെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്ക് അത്രയധികം ട്രോമ ഇതിലുണ്ടാക്കും. കാരണം നമ്മൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്ന കേസാണ് അല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസൺ, ഇപ്പോൾ സീസൺ 5 ആണെന്നെങ്കിൽ കൂടി അഖിലിൻ്റെ സീസണിൽ നമ്മൾ ഒരുപാട് ഇതേ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതാണ്. കാരണം അഖിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ചില വിഷയങ്ങളിൽ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇതാണെന്ന് പറയുന്ന സമയത്താണ് ഇവിടെ ഈ അഖിലിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ റിലവൻസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈവൊന്നും അങ്ങനെ ആരും കാണുന്നില്ല. നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാലോ. അല്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഹോട്ട്സ്റ്റാറിലുള്ള സൈഡിൽ എത്ര പേര് കാണുമെന്ന് കാണാം. അത് അഖിൽ കാണുന്നത് ഇപ്പം നാളെ നോക്കുമ്പോൾ 9,000 ആൾക്കാരൊക്കെ ലൈവിലുള്ളത്. 9,000, 10,000, 12,000. പക്ഷെ അത് ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ജബ്രി സീസണൊക്കെ, ജബ്രിയുടെ ആ ഒരു വിഷയങ്ങളൊക്കെ നടന്ന സമയത്താണ് 66,000 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 66,000 ഒക്കെ വളരെ വിരളാണ്. പക്ഷേ ഈവൻ 66,000 ലൈവ് ഔട്ട് ഓഫ് ഇത്രയധികം മലയാളീസ് എന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് 66,000 വളരെ സ്മോൾ നമ്പറാണ്. അത്രയധികം ആൾക്കാരൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇത് വരുന്ന സമയത്ത് സ്പെഷ്യലി ലാലേട്ടൻ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാലേട്ടൻ ഈ പ്രാവശ്യത്തെ ഈ സീസൺ ഭയങ്കര, കാരണം ഈ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ലാലേട്ടനെ. അപ്പോൾ ഈ സീസണിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ വ്യൂവർഷിപ്പ് കൂടും. പിന്നെ ലാലേട്ടനെ പോലൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ആരായാലും മൊറൽ ഡൗൺ ആയി പോകും. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കരുത്. നിങ്ങൾ കമൻസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ ചോദ്യം ലാലേട്ടൻ ചോദിക്കണം, അല്ലെങ്കിൽ ഈ ചോദ്യം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല, ഇത് എന്തായാലും ലാലേട്ടൻ ചോദിക്കും. ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഒരുവിധം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. ഞാനും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും ചോദിക്കാതിരിക്കുന്ന കാരണം സ്ക്രിപ്റ്റാന്നുള്ള കാര്യം ഷുവറാണ്. ഇത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും ലാലേട്ടനെ തെറി പറയുന്ന സിറ്റുവേഷൻ ഒന്നും ആളെ തെറി പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഐ തിങ്ക് യെസ്, പുള്ളി അതിനൊരു സാലറി പറ്റുന്ന ആളായതുകൊണ്ട് പുള്ളിക്ക് പറയാം, അത് ആളുടെ ഒരു ജോലിയാണ്. ഈ ക്യാൻ ഓൺലി, പുള്ളി ഇത് കാണുന്നില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സംഭവമില്ല, അത് അലൗഡ് ആയിരിക്കില്ല. പുള്ളി ഇതിൽ കേൾക്കുന്നു, ഈ സാധനങ്ങൾ പറയുന്നു, അല്ലാതെ വേറെ യാതൊരു വസ്തുവില്ല. അത് എല്ലാ സീസണുകളിലും അത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഒരു ഷോ ഹോസ്റ്റ്, പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ കയ്യിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമായിരിക്കാം. ലാലേട്ടൻ്റെ സിറ്റുവേഷനും നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് അങ്ങനെ ആയിരിക്കില്ല, കോൺട്രാക്റ്റ് അങ്ങനെ ആയിരിക്കില്ല. അതിൽ ലാലേട്ടനെ തെറി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അതിൽ തെറി കേൾക്കേണ്ട വ്യക്തികളൊക്കെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും അതിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആൾക്കാരുമാണ്. സീസൺ 5 സീസൺ 5 ഒരാളെടുത്ത് പോലും ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്. അതായത് സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5 പക്ഷേ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസയുടെ ഒരു ഡീലിംഗ്, അതായത് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിംഗ് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് അതേ മത്സരാർത്ഥിയോട്, കാരണം അത് ഞാൻ പറഞ്ഞു അത് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥി നിലയിൽ നമ്മൾ അത് അവർക്ക് പുറത്തുവിടാം. ബാക്ക് എനിക്ക് ഞാൻ അത് വേണമെങ്കിൽ അവരുടെ വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയേക്കുന്ന പൈസ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. കാര്യം ബാങ്ക് വഴി വരുന്ന പൈസകളാണ് ഇവന്മാർ ആർക്കും കൊടുത്തിട്ട് എനിക്ക് സന്തോഷം കേട്ടോ. അതിന്റെ ഈ വ്യക്തി ആരാന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ ഒരുപാട് ഈ സീസണിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അഖിലിനെ വെറുക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ, അഖിലിനെ ഇഷ്ടപ്പെടാത്ത, അഖിലിൻ്റെ ഗെയിം ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ പേഴ്സണലി ആ വ്യക്തി ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരാണ്. ഐഡിയോളജിയോ ആളുടെ പറയുന്ന കാര്യങ്ങളൊന്നും, തോട്ട് പ്രോസസ്സൊന്നും യോജിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഏറ്റവും കൂടുതൽ സൈഡ് ചെയ്തിരുന്നത് അവിടെ ഈ വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി ഞാൻ പോലും ബിഗ് ബോസ് കാണുന്ന സമയത്ത് കണ്ടിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പോലും കൊണ്ടാണ് വന്നതെന്ന് പറയുന്ന സമയത്തും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സീസൺ കണ്ട സമയത്ത് മനസ്സിലായിരുന്നു. ഇപ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പോൾ ആരെയാണോ ഫേവർ ചെയ്യുന്നത് അതുപോലെ വേറെ രീതിയിൽ വേറെ ആൾക്കാരെ ഫേവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു, യെസ് ഇതാണ് ഈ വ്യക്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിയെ തന്നെ വ്യക്തി വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുവന്നത്, മറ്റാളെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനൊരു വ്യാഖ്യാനം കൂടി അതിലുണ്ട് കേട്ടോ. അതായത് ഒരാളെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയാളെ വളർത്താൻ വേണ്ടിയിട്ട്, ആൾക്ക് പുറത്ത് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള പറയുന്നൊരു വിഭാഗമുണ്ട്. പക്ഷേ അഖിലിനെ പോലെ ഒരു വ്യക്തി ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്നിട്ടുള്ള അഖിലിനെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായിട്ട് വരുന്നതും വിശ്വാസത്തിലെടുക്കേണ്ടതും അഖിലിൻ്റെ സംസാരമാണ്. ഞാൻ ആ സംശയം എന്തുകൊണ്ട് വിലപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് കയറി പോകുമ്പോൾ ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, റൈറ്ററാണ്, ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിനേക്കാൾ ഒരു സോഷ്യൽ മീഡിയയിൽ പലവിധ വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരാളായ എനിക്ക് ഇടുന്ന ഒരു വില ഉണ്ടല്ലോ, ആ വിലയിൽ നിന്ന് മൂന്നരട്ടി ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലിനകത്ത് നിന്ന് ഒരുപാട് താഴ്ന്ന് അവർക്ക് ചിലപ്പോൾ അവരിപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെക്കാട്ടി വലിയ വെച്ചതായിരിക്കും, നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ബിഗ് ബോസ് പോലത്തെ ഷോ പെട്ടെന്ന് നോക്കി കാണുന്നത് അതുവഴി നല്ല ഒരാൾക്ക് പൈസ ഇടുന്നത്. അങ്ങനെ നോക്കി കാണുമ്പോൾ അത്ര വലിയ പ്രൊഫൈൽ ഇല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് എന്നേക്കാൾ 3 ഇരട്ടി ശമ്പളം കൊടുക്കാനുണ്ടായിട്ടുള്ള ചേതോ വികാരം എന്താണെന്നുള്ള എന്റെ സംശയം. എനിക്ക് കൃത്യമായിട്ട് ശമ്പളം അത്രയും കൊടുത്തിട്ടുള്ള കാര്യം അത് സീസൺ 5 ഓക്കെ. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സീസൺ 5 ഇത് ഒരു ആളിനോട് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം കേട്ടോ. ഇത്രയാണ് അഖിലിൻ്റെ റെമ്യൂണറേഷൻ ഉള്ളതും അതിനേക്കാളും കൂടുതൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ പ്രതീക്ഷിച്ചത് അഖിലിന് അതിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇയാളോട് ചോദിക്കുന്നത്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അഖിലിൻ്റെ റെമ്യൂണറേഷൻ ഇത്ര കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചു. കാരണം അത്ര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരാളും അതിനെ എൻ്റെ അടുത്ത് പറയും അതിലേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ലൈറ്റ് അപ്രോച്ചൊക്കെ അതായത് ഒന്ന് എറിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു എറിയൊക്കെ എറിഞ്ഞിട്ടുണ്ട് ചൂണ്ട ഒന്ന് എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. അത് അവർ കൊടുക്കാൻ അവർ ആദ്യമേ ഇവർ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താ ഇവർ ഈ 6-7 പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അത് 1-2 എന്നെ പുറത്താക്കണമെന്ന് വിചാരിച്ചല്ലേ, എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ. ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നിയ സംഭവം കേട്ടോ, അഖിൽ ഭയങ്കര സ്മാർട്ടാണ് സംസാരിക്കുന്നതിൽ. അതൊരാളുടെ കഴിവാണ്, അത് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം തന്നെ അഖിൽ ശ്രദ്ധിച്ചോ, ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോൾ ഞാൻ ഇവർ പറയുകയാണ് ഇവർ ഒരാളെ എറിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അഖിലിന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ് മനസ്സിലുള്ളത്. അപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂവർക്ക് ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എതിരിരിക്കുന്ന വ്യക്തിക്ക് സംസാരത്തിൽ മുറിച്ചിട്ട് ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് ഇതിനെ മുറിച്ചിട്ട് ഇതിനെ ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. അത് അഖിലിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ അഖിൽ കഴിഞ്ഞ സീസണിൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിനിപ്പോൾ ബോധപൂർവ്വം ഇൻ്റർവ്യൂവർ ചോദിക്കാത്തതാണെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് എറിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇൻ്റർവ്യൂവർ ഭാഗത്തുനിന്ന് ഒരു ഇൻട്രപ്ഷൻ അവിടെ വരുന്നില്ല. പുള്ളി അതാരാണ് എറിഞ്ഞു നോക്കിയിട്ടുള്ളത് എന്നുള്ളൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ലാത്തതിന് റീസൺ എന്ന് വെച്ചാൽ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു, ഇപ്പോൾ ചില ആൾക്കാർ അതിന് മാനിപ്പുലേഷൻ എന്നൊക്കെ പറയും, സംസാരിക്കാനുള്ള കഴിവാണ് അഖിൽ. എന്ന് വെച്ചാൽ ആ സംസാരിച്ചിട്ട് ആ ഫ്ലോയിൽ അടുത്ത സ്റ്റേജിലേക്ക് ജമ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഇതിനപ്പോൾ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഇയാൾ കാണുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ ഐശ്വര ഇത് ഞാൻ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാമായിരുന്നു എന്ന്. കാരണം അത് അഖിലിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ ആ വ്യക്തിയുടെ. നടക്കാതെ പോയതാണ്. കാരണം ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാവണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിച്ചതുകൊണ്ടും ഈ ഷോ നന്നാവണമെന്ന് ചിലർ ആഗ്രഹിച്ചതുകൊണ്ടിന്റെ ഫലമാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത്. പിന്നെ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം അവനെ പണിയാനുള്ള പരിപാടി ആലോചിക്കാൻ പിന്നീട് തീരുമാനിച്ചാണ്. ഓക്കെ, ഈ ഒരാളുടെ അടുത്ത് പൈസയുടെ എന്റെ ഒരു സംശയമാണ്, അത് വേണോ സംശയമാണ് അയാളെങ്ങാനും പറയൂ. അഖിലിന്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും പറയത്തില്ല. ഞാൻ അഖിലിന് എല്ലാം സംശയങ്ങളാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ചാനൽ ഒരാൾക്ക് പൈസ വരുമ്പോൾ ഇപ്പൊ താങ്കൾ ഒരു സീനിയർ മാധ്യമ പ്രവർത്തനമാണ്, ഇന്ത്യ വിഷൻ മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. താങ്കളെയും ഇന്നലെ ഓൺലൈനിൽ വരുന്ന ഒരു മാധ്യമ പ്രവർത്തനയും കൂടെ ഇതുപോലെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ. ഓക്കെ, ഇതിന്റെ ഫൈനൽ പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുമ്പുള്ള ചില മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഡീലുകൾ കയറ്റിവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു സംശയമാണ്. ആ സംശയത്തിനുള്ള കാരണം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിൽ വന്ന സാലറി വേരിയേഷനിൽ നിന്നാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ആ സംശയം വരുന്നത്. ഇത് അഖിലിൻ്റെ സംശയമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ ലൈവിൽ അഖിലൊന്നും കൂടി ഭയങ്കര സോളിഡായിട്ട് പറഞ്ഞ പോലെ തോന്നി, എനിക്ക് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാൻ, കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം അഖിൽ ഭയങ്കര സോളിഡായിട്ട് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഇൻ്റർവ്യൂവിലേക്ക് വന്ന സമയത്ത് അഖിൽ ഒന്നും കൂടി ലൈറ്റായി. പക്ഷേ ഇൻ്റർവ്യൂയുടെ സെക്കൻഡ് പാർട്ട് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അതിലെന്തെങ്കിലും ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയാനുണ്ടോ എന്ന് അറിയില്ല. ഈ പൈസ കൊടുത്തതിന്റെ പ്രേക്ഷകരെ വിട്ടിയാക്കുന്ന ഈ ഫിനാലയിൽ മാത്രമായിരിക്കും ഈ റോബോട്ടിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന വോട്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 5 പേരല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വേണം ജയിച്ചു വരാനെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടും ആ സമയത്ത് ഓഡിറ്റിംഗ് ടീം ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യും. അതേസമയം ഇപ്പുറത്ത് ഈ നോർമൽ ഒരു വീക്കെൻഡ്, അതായത് ഒരു 4th വീക്ക്, 5th വീക്ക്, 6th വീക്ക്, അതിൽ ഇവർക്ക് താല്പര്യമുള്ള ഒരു മത്സരാർത്ഥി മാക്സിമം നിൽക്കണമെന്ന് ഉദ്ദേശം ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 500 വോട്ടിന്റെയോ 1000 വോട്ടിന്റെയോ അല്ലെങ്കിൽ 10,000 വോട്ടിന്റെയോ വ്യത്യാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറയാം, ഇന്നയാൾക്ക് സപ്പോസ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഇത്ര വോട്ട് കുറവുണ്ട്, അവളാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്, അവനാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്, നമുക്കറിയാവുന്ന ഒരു ടീമുണ്ട്, അവരെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ വോട്ട് അടിച്ച് കയറ്റിക്കോ, ആരും പെട്ടെന്ന് ഇപ്പോൾ ആരും പിടിക്കാൻ പോകുന്നില്ലെന്ന് പറയും. കാരണം അതാരും ശ്രദ്ധിക്കത്തില്ല. അത് 15 മുതൽ 10, 15, 16, 17 മത്സരാർത്ഥികളോ അല്ലെങ്കിൽ 10 വരെ ആൾക്കാർ നിൽക്കുമ്പോഴോ ആൾക്കാർ അത് വലിയ കാര്യമാകത്തില്ല. എങ്ങനെയെങ്കിലും സേഫ് ആയി, കാരണം ആര് പോയാലും ആൾക്കാർക്ക് ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയം കേട്ടോ. ഇത് നമുക്ക് ചില കാര്യത്തിലൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ ഷോ കാണുന്ന അല്ലെങ്കിൽ അത് കണ്ടത് മനസ്സിലേക്കെടുത്ത് ഇതന്നെ ഒരു സംഭവമാക്കിയെടുത്ത് 24 hours കണ്ട് ഓരോരോ വോട്ടിങ് നോക്കുന്ന ആൾക്കാർ, ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്, കുറേ വീട്ടമ്മമാരുണ്ട്, സീരിയസ് ആയിട്ട് കുറേ ഫാമിലീസ് ഉണ്ട്. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടും വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട്. അവർ വോട്ടിങ്ങിനെ ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ഇന്ന് നീ വോട്ട് കൊടുത്തില്ലേ എന്നുള്ളത് ഓരോ ആൾക്കാരെയും ഫാമിലി മെമ്പേഴ്സിനെയും വിളിച്ചു ചോദിക്കുന്നതും മക്കളെ മൊബൈൽ എടുത്തിട്ട് നീ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് അമ്മമ്മമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഈ വോട്ടിംഗ് ഭയങ്കര സീരിയസ് സംഭവം. പക്ഷേ ഫസ്റ്റ് 70 days, അതാണ് ഈ 70 ദിവസത്തിൻ്റെ കണക്കെട്ടോ. ഈ 70 ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അഖിൽ പറഞ്ഞ പോലെ പ്രോപ്പർ ഓഡിറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇവർ ഇതിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയുന്നുണ്ടായിരിക്കാം. അപ്പോൾ എത്രത്തോളമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 പോലത്തെ ഒരു ഷോ നല്ല രീതിയിൽ പോവാൻ പറ്റുന്നതായിരുന്ന ഒരു ഷോ, ജനങ്ങളുടെ ഒരു ഷോ. പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിൻ സംഭവം വരുന്നത് വോട്ടിംഗ് ആണ്. അത് ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യുക. ആ ഷോൻ്റെ കോർ കാര്യം തന്നെ എന്താണ്, ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ കളിക്കുന്നത്, ജനങ്ങളാണ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിൽ മറ്റു രീതിയിലുള്ള മാനിപ്പുലേഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് അതത്ര ഒരു നല്ല സംഭവമല്ല. അഖിൽ ഇനിയും നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യങ്ങൾ റിവീൽ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. വെയിറ്റ് ചെയ്ത് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.